കില്ലാടികളെ നമ്മുടെ പിന്നെയും ഞാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ജീവമാതാ കാരുണ്യഭവൻ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും വിചാരിച്ചു പോയി കില്ലാടികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ ഇത്രയും അമ്മമാരെ അല്ലെങ്കിൽ കുട്ടികളെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന സമയത്ത് ആ നാട്ടുകാരൊന്നും ഇടപെടുന്നില്ലേ എന്ന് നമ്മളും കുറേ ആലോചിച്ച് പോയൊരു സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് നോർമലി ഇപ്പോൾ പ്രശ്നം വരികയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണെങ്കിൽ സീരിയസ്ലി എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ ഇടപെടും. ഇപ്പോൾ പുറത്തുനിന്നായിരിക്കും വന്ന് ഞങ്ങളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും വഴക്ക് പറയും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇടപെടുമെങ്കിൽ അതല്ലേ നോർമലി അങ്ങനെയാണ് ഒരു നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അകലെ കിടക്കുന്ന മിത്രത്തെക്കാൾ വലുതാണ് അടുത്ത് കിടക്കുന്ന ശത്രു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത് കിടക്കുന്നവർ ഓടി വരാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറയുന്ന ആ ഒരു ഓർഫനേജിൽ എന്ന് വെച്ചാൽ ചുറ്റുവട്ടത്ത് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. തേപ്പുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇല്ലാടുള്ള ഈ ഓർഫനേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നാട്ടുകാർ ഇടപെട്ടില്ല അല്ലെങ്കിൽ അവിടെ എന്താ ഇത്രയും ചങ്കറപ്പുള്ള ആൾക്കാരില്ലേ എന്നൊരു ചോദ്യം നമുക്ക് വന്നു. അപ്പോൾ അതിനെതിരെ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. എന്താ സംഭവിച്ചു, ഇവരെന്തുകൊണ്ട് ഇടപെടാൻ പോയ സമയത്തൊക്കെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു കാര്യം നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരൊക്കെ കൂടി അവിടെ കംപ്ലയിൻറ്റ് പറയാനൊക്കെ ഇപ്പോൾ ഈ നമ്മുടെ ഉദയഗിരിജ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ അടുത്തത് പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഈ സംഭവം ഇങ്ങനെ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങളൊന്നും ചെയ്യരുത് ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് കംപ്ലയിൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇവരെന്താ വെച്ചാൽ നോർമലി ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയാൻ വന്നവർക്കെതിരെ തന്നെ കംപ്ലയിൻറ്റ് അതങ്ങനെയുണ്ട് സെറ്റല്ലേ. നമ്മളൊരു കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താ വെച്ചാൽ ഇവർ അവിടെ നടത്തുന്നതും പീഡനമാണ്. ഇവരാരെയും കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നാൽ അവർക്കെതിരെയും പീഡന കേസ് കൊടുക്കുകയാണ്. അതാണ് ട്വിസ്റ്റ്. എന്തായാലും അവരുടെ ബുദ്ധി നോക്കിയില്ലല്ലോ. അതാണ് അവരുടെ ഒരു ബുദ്ധി നമ്മളിങ്ങനെ പറയില്ല അതുപോലെയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാർഡ് മെമ്പർ അന്ന് നമ്മൾ വേറെ അയൽവാസികളൊക്കെ സംസാരിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വാർഡ് മെമ്പറുണ്ട്, ഇവരുടെ MLA അങ്ങനെ കുറേ പാർട്ടിക്ക് സ്വാധീനമുള്ള ആൾക്കാർക്ക് ഇവരുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിരുന്നു സംഭവം. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ വാർഡ് മെമ്പറിലുള്ള ആ തേപ്പുപാറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വാർഡ് മെമ്പർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താ സംഭവം, എന്തുകൊണ്ട് ഞങ്ങൾ ഇടപെട്ടില്ല, ഞങ്ങൾ ഇടപെടാൻ പോയ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയുകയാണ്. സത്യം പറയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിടിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറപ്പെട്ട പിടിപാടില്ല, നല്ല രീതിയിൽ ഹോൾഡ് ഉണ്ട്. സത്യമായിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ഉണ്ട്, നല്ല രീതിയിൽ ഹോൾഡ് ഉണ്ട്. എന്ത് വെച്ചാൽ ചില്ലറ മണി മേക്സ് പവർ എന്ന് പറഞ്ഞിട്ടില്ലേ. നമ്മൾ പൈസ ഉണ്ടല്ലോ എന്ത് പവറും എന്ത് അധികാരം നമുക്ക് കൈക്കലാക്കാൻ പറ്റും. അതാണ് സംഭവിച്ചിരിക്കുന്നത് സീരിയസ്ലി. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മെമ്പർക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലേ ചെയ്തിടല്ലേ എന്നിട്ട് ഞാൻ ബാക്കി പറയട്ടെ. മെമ്പർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൽ ഞാൻ ഇമ്പോർട്ടൻസ് സാധനങ്ങൾ മാത്രം പ്ലേ ചെയ്യാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, ഞാൻ മെമ്പറായിരുന്ന സമയത്ത് നമ്മുടെ പരിസരവാസികൾ പലരും പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ധാർഷ്ട്യ രീതിയിലാണ് അവരുടെ സംസാരം. ഇപ്പോൾ ആരെങ്കിലും അവർ പ്രത്യേകിച്ച് പുരുഷന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ഒരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതായത് നല്ല ഹോൾഡുണ്ട്. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഇപ്പോൾ ഒരു പുരുഷനാണ് ചെല്ലുന്നതെങ്കിൽ ഉടനെ പറയും അവരെ പീഡിപ്പിക്കാൻ ചെന്നോ അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരം ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ. അതായത് നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഈ പ്രദേശവാസികൾ ഇവർക്ക് മേലെ ഒരു കംപ്ലയിൻറ്റ് പറയാൻ പലയിടത്തും അവർ പരാതി പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഒരു നാണക്കേട് അല്ലെങ്കിൽ അഭിമാനം നശിക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അവരാരും പരാതിയായിട്ട് വരാതിരുന്നത്. നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ ജീവമാതയുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെല്ലാവരും കേൾക്കുന്നതാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെയും വിവിധ ചാനലുകളിലൂടെയും ജീവമാതാ കാരുണ്യഭവനെക്കുറിച്ചും അവിടെ മുന്നേ നടന്നിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് ആളുകൾ ഓരോരുത്തരെ അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തവർ ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടത് അവരുടെ സ്വദേശം എന്ന് പറയുന്നത് പത്തനാപുരത്താണ്. അവിടെയുള്ള ആളുകളൊക്കെ ഈ വാർത്തകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നിജസ്ഥിതി നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഭരണകൂടം ഇത് അന്വേഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെയുള്ള പ്രദേശവാസികളും ഞങ്ങളും എല്ലാവരും മുന്നോട്ട് പോകുന്നത്. കുട്ടികളെയെല്ലാം CWCയുടെ പല കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10-20 അമ്മമാരും കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് ആ അമ്മമാരെയും കൂടി ആ സ്ഥാപനത്തിൽ നിന്ന് രക്ഷിക്കുക എന്നാണ് പറയാനുള്ളത്. ആ സ്ഥാപനത്തിൽ നിന്ന് രക്ഷിച്ച് അവരെയും ഒരു തണലുണ്ടാക്കി കൊടുത്ത് അവരെ മാറ്റി സ്ഥാപിക്കണം. ആ സ്ഥാപനം അതായത് ഇവിടെ 100 വീടുകളുണ്ടെങ്കിൽ 100 വീട്ടുകാരും അതിനെതിരാണ്. അപ്പോൾ ആ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കുന്നതിനോട് ആർക്കും താല്പര്യമില്ല. അപ്പോൾ അതാണ് കണ്ടില്ലേ. എന്ന് വെച്ചാൽ മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു ആണുങ്ങളായിരിക്കും ഇപ്പോൾ അവിടെ കംപ്ലയിൻറ്റ് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണം. മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ പവർ ഉണ്ട് ഇല്ലല്ലോ, സീരിയസ്ലി പണവും പവറുണ്ട്. അപ്പോൾ ഇവർ പറയുന്നതായിരിക്കും അവിടെ നിയമം സത്യമായിട്ട്. എന്താ വെച്ചാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല മുമ്പത്തെ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഇവരിപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇവരെ ഒളിച്ചിരിക്കുകയാണ്. ഇവർ മുൻകൂർ ജാമ്യമൊക്കെ തേടി എന്ന് പറയുന്നുണ്ട്. എന്തോ അധികാരം ഇവരുടെ കയ്യിലാകുമ്പോൾ ഇവന് പേടിക്കാനല്ലോ. പിന്നെ ഇവരിപ്പോൾ മെമ്പർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ 100 വീട് ഇവിടെ ഉണ്ടെങ്കിൽ ഈ 100 വീട്ടുകാരും എതിരാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കാര്യമില്ല. ഇപ്പോൾ 100 വീട്ടുകാർ എതിരായിട്ടും ഇപ്പോൾ ഈ 100 വീട്ടുകാർ ഇപ്പോൾ പ്രതിഷേധമായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസും വിത്ത് എല്ലാവരും കൂടി പ്രതിഷേധമായിട്ട് നമ്മുടെ ജീവമാതാ കാരുണ്യഭവനിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല അവിടെ സീരിയസ് ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അധികാരം ഉണ്ടാകുമ്പോൾ പിന്നെ ഇവർ എന്ത് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ എന്ത് പ്രതിഷേധ ധർണ്ണ നടത്തിയാലും ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ.
സീരിയസ്ലി ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എന്താ വെച്ചാൽ ഇതിന് ഇപ്പോൾ മെമ്പർ പറഞ്ഞു അവിടുത്തെ പെൺകുട്ടികളൊക്കെ രക്ഷിച്ചു. നമ്മുടെ WRCയുടെ കീഴിലുള്ള കുറേ ഓർഫനേജിലേക്ക് മാറ്റി പെൺകുട്ടികളൊക്കെ. ഇനി അവിടെ കുറേ അമ്മമാർ കൂടി ഉണ്ട്. ആ അമ്മമാരെ കൂടി അവിടെ നിന്ന് രക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ല മുമ്പത്തെ വീട്ടിൽ പറഞ്ഞാൽ അവിടുത്തെ അമ്മമാരെ കൂടി രക്ഷിക്കണം. അതില്ല ഇങ്ങനൊരു ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നതിൽ ആ നാട്ടുകാർക്ക് ആർക്കും യോജിപ്പില്ല. പറഞ്ഞാൽ ആർക്കും യോജിപ്പില്ല. പിന്നെ ഇങ്ങനെ ഒരു അനാസ്ഥ നടക്കുമ്പോൾ അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചൂഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഒരാളും ഇതിനോട് യോജിക്കില്ല. ഇപ്പം നല്ല ഞാൻ പറഞ്ഞില്ല എന്താ വെച്ചാൽ നോർമലി പറയുകയാണെങ്കിൽ ഒരു അനാഥ മന്ദിരം എന്നൊരു പേരും നമുക്കെന്ന് വെച്ചാൽ ആൾക്കാർക്ക് സിമ്പതിയാണ്. ഇപ്പോൾ നോർമലി ആരും ഇല്ലാത്തവരെ കൊണ്ടുവിടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അവരെ നോക്കുന്ന ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സിമ്പതി വരും. പക്ഷേ എന്താണ് അതിൻ്റെ മറവിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ എന്താണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇതിനെതിരെ നീങ്ങുക തന്നെ ചെയ്യണം. ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണമെങ്കിലല്ല, ഇല്ലെങ്കിൽ വെച്ച് ഉറപ്പിച്ച് കൂടാ. ഇനി ഇത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്ഥാപനം വേണ്ട. അവരൊക്കെ മാറ്റുക എന്ന് വെച്ചാൽ അവർ മാറ്റി പാർപ്പിച്ചിട്ട് നല്ല നല്ല കേന്ദ്രങ്ങൾ മാറ്റി പാർപ്പിക്കുക. നല്ല നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്ന അവിടെ നല്ല നല്ല സ്നേഹം കിട്ടുന്ന സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അവിടേക്ക് മാറ്റില്ല. അതായത് ഇവരിതിൻ്റെ മറവിൽ തന്നെ കുറേ ബിസിനസ്സും കാര്യങ്ങളും ഇവരുടെ രീതിയിൽ കുറേ സംഭവങ്ങൾ നടത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതേ എനിക്ക് പറയാനുള്ള ഇനിയും ചുരുളാത്ത കുറേ രഹസ്യങ്ങൾ ഇനിയും അവിടുത്തെ ആൾക്കാർ രംഗത്ത് വരാണ്ട്. ഇപ്പം മെമ്പർ ഒന്നും ഇല്ലാടല്ല, ഇനിയും കുറേ ആൾക്കാർ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇത് അനുഭവിച്ചവരും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു നിന്നവരും ഇതൊക്കെ കാണുമല്ലോ. ഇപ്പം വെച്ചാൽ നോർമലി ഇതൊക്കെ ചിലർക്കൊക്കെ സത്യാവസ്ഥ അറിയില്ലല്ലോ എന്തൊക്കെ നടന്നു, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ അവരൊക്കെ ഒരു വെളിപ്പെടുത്തലായിട്ട് വരട്ടെ എന്ന് നമ്മൾ പറയുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയട്ടെ എന്ന് വെച്ചാൽ എന്നാലും ഇവർക്ക് തെളിവ് ഇവർക്കെതിരെ നീക്കിക്കൊണ്ടേ ഇരുന്നാലേ കേസ് സ്ട്രോങ് ആവുള്ളൂ, മനിയിൽ നടക്കുകയുള്ളൂ. അതേ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ അധികാരികൾക്ക് ഇവർ കൂട്ടത്തിലുണ്ട് പറയുന്നുണ്ട്. അവരൊന്ന് ചിന്തിച്ചാൽ മതി ഇടല്ല. അവരുടെ മക്കളുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ചോദിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കൂടെ നിന്നിട്ട് കാര്യമില്ലെന്ന് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവട്ടെ എന്ന് നമ്മളും പറയുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വരാം.